നന്നായി തുടരാമെന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു വാർത്തയിൽ നിന്നാണ് തുടങ്ങിയത്. 2011 നവംബർ 12 പുറത്തു വന്ന വാർത്ത. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകരുടെ ആത്മഹത്യ എത്ര വർദ്ധിച്ചു എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന, നാട്ടുകാരോട് വിളിച്ചു പറയുന്ന വാർത്ത. ഒരു മാസം ഒരു ആത്മഹത്യ. UDF സർക്കാർ അധികാരത്തിലേറി 6 മാസം തികയുന്നതിന് മുമ്പാണ് 6 കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളം ഭീതിയോടെ ഓർക്കുന്നത് 1300ഓളം കർഷകർ കടക്കണിയിൽപ്പെട്ട് ജീവനൊടുക്കിയ പഴയ UDF സർക്കാരിന്റെ നാളുകളാണ്. വയനാട്ടിൽ മാത്രം കടക്കണിയിൽപ്പെട്ട് ജീവനൊടുക്കിയത് 535 കർഷകർ. LDF സർക്കാർ കർഷകർക്ക് നൽകിയ ആത്മവിശ്വാസം ഇല്ലാതായതിന്റെ ദുരന്തമാണ് കാണുന്നത്. രാജ്യത്താദ്യമായി കടാശ്വാസ നിയമം പാസാക്കിക്കൊണ്ടാണ് LDF സർക്കാർ കർഷകരുടെ ആത്മവിശ്വാസം ഉയർത്തിയത്. 42,113 കർഷകരുടെ 25,000 രൂപയ്ക്ക് താഴെയുള്ള എല്ലാ കടകളും സർക്കാർ എഴുതിത്തള്ളി. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് താങ്ങായി 50,000 രൂപ വീതം അനുവദിച്ചു. കടക്കെണി മൂലം ജീവനൊടുക്കിയ 1300 കർഷകരുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരൊപ്പുകയായിരുന്നു LDF സർക്കാർ ആദ്യം ചെയ്ത നടപടി. LDF സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വാർത്തയിൽ നാം കണ്ടത്. സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യുക, അതും നടന്നു കേരളത്തിൽ. 2011 അധികാരമേറ്റ UDF സർക്കാരിൻ്റെ കാലത്ത് കർഷകർ കേരളത്തിൽ എത്രമാത്രം ദുരിതമാണ് അനുഭവിച്ചത് എന്നതിന് മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ? ഇടുക്കി പൂപ്പാറയിൽ കർഷകൻ സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കിയതും തിരുവനന്തപുരം മലയൻകീഴിൽ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നുള്ള കർഷക ആത്മഹത്യയുമാണുണ്ടായത്. 2006 224 കർഷകർ ആത്മഹത്യ ചെയ്തുവെങ്കിൽ 2010 ആയപ്പോഴേക്കും കർഷക ആത്മഹത്യ ഇല്ലാതാക്കാൻ LDF സർക്കാരിനായി. UDF സർക്കാരിൻ്റെ കാലത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം 66. ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗിക കണക്കും പുറത്തു വന്നിട്ടുണ്ട്. 500-ലേറെ കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. UDF സർക്കാരിൻ്റെ കാലത്ത് ഈ കണക്ക് വെറുമൊരു എണ്ണം മാത്രം. സംസ്ഥാനത്ത് 594 പേരാണ് കടബാധ്യത മൂലം ജീവനൊടുക്കിയത്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. മറ്റ് സംസ്ഥാനങ്ങൾ വളരെയേറെ ഇതുമായി മുന്നോട്ട് പോയിട്ടും വേറെ ഇതിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. 3 ജില്ലകൾക്ക് വേണ്ടി അനുവദിച്ച തുക പോലും ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ ഇപ്പോഴും നടക്കുന്നത് ഈ 3 ജില്ലകളിലാണ്. വയനാട്, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. 2011-2016 കാലത്ത്, അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് കർഷകരുടെ ജീവിതം എന്തായിരുന്നു എന്ന് ഈ കണക്കുകളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം അന്ന് മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിച്ച വാർത്തകളുമാണ്. എന്തുകൊണ്ടാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്? അതിനുമുണ്ട് കാരണങ്ങൾ. UDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. സർക്കാർ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 5 ദിവസത്തിനകം പണം നൽകുമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ നെല്ല് സംഭരിച്ച് 52 ദിവസമായിട്ടും കർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല. 1,25,579 കർഷകർക്കാണ് ഇത്തരത്തിൽ പണം ലഭിക്കാനുള്ളത്. കൊയ്ത്ത് കഴിയാറായിട്ടും യാതൊരു സഹായവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. വിഷുക്കാലത്ത് നൽകാമെന്ന് പറഞ്ഞ കുടിശ്ശിക തുക പോലും ഇതുവരെ നൽകിയിട്ടുമില്ല. ഏറ്റവും കൂടുതൽ ഭീഷണി വെച്ചാൽ ജപ്തി നടപടി വെച്ചാൽ 6 വരെ വന്നിരിക്കുക. അതോടൊപ്പം 500 ഏക്കറിലെ നെൽകൃഷി പൂർണ്ണമായിട്ട് നശിക്കുകയും ചെയ്തു. അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആത്മഹത്യയുടെ വക്കാണ്. ഗവൺമെന്റിലേക്ക് അളന്നു കഴിഞ്ഞാൽ, സപ്ലൈകോയിൽ അളന്നു കഴിഞ്ഞാൽ കാശ് എപ്പോൾ കിട്ടുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. വയനാട്ടിൽ കാർഷിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക കടങ്ങളുടെ മൊറട്ടോറിയം 1 വർഷത്തേക്ക് കൂടി നീട്ടണമെന്ന് കർഷക സംഘടനകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്തപക്ഷം ജില്ല വീണ്ടും കർഷക ആത്മഹത്യയിലേക്ക് നീങ്ങുമെന്നാണ് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയത്. വയനാട് MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മൊറട്ടോറിയം 1 വർഷത്തേക്ക് നീട്ടുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മാർച്ച് 31 വരെ മാത്രം മൊറട്ടോറിയം നീട്ടാനാണ്
മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത് യാതൊരു വിധത്തിലും വയനാടിന് ഗുണം ചെയ്യില്ല. മൊറട്ടോറിയം കാലാവധി അവസാനിച്ചതോടെ ബാങ്കുകൾ വ്യാപകമായി ജപ്തി നോട്ടീസുകൾ അയച്ചു തുടങ്ങി. റവന്യൂ റിക്കവറി നടപടികൾ സർക്കാരും ത്വരിതപ്പെടുത്തി. ഫാർമസി ഫോറത്തിന്റെ തീരുമാനം ജപ്തി നടപടി ഉണ്ടായാൽ ജനപ്രതിനിധികളെ വഴിയിൽ തടയുക. കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക 2011 മുതൽ കുടിശ്ശികയാണ്. ഈ ഇനത്തിൽ മാത്രം 7.28 കോടി രൂപ കർഷകർക്ക് നൽകാനുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിൽ കൃഷി നശിച്ചവർക്ക് 4 കോടി രൂപയോളവും നൽകാനുണ്ട്. കേരളത്തിൽ ഒരു ഭരണമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനായിരുന്നു. കർഷകർക്ക് നെല്ല് സംഭരിച്ച പണം ലഭിക്കുന്നതിന് വേണ്ടി VM സുധീരന് കുട്ടനാടിൽ എത്തേണ്ടി വന്നു എന്നത് ഭരണമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അർഹതപ്പെട്ട കർഷകർക്ക് നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 2001 മുതൽ 2006 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലത്താണ് കർഷക ആത്മഹത്യയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ 2006 മുതൽ 2011 വരെയുള്ള LDF സർക്കാർ കാലത്ത് ഒരു കർഷകന് പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. ഒരു സർക്കാർ കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമാണ് കർഷകരെ നയിച്ചത്. LDF സർക്കാർ കർഷകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. എന്നാൽ 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ കേരളവും കർഷക ആത്മഹത്യ ചെയ്യുന്ന നാടിന്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. 66 കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 500-ലധികം കർഷകർ ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക്. 66 കർഷകർ എന്ന് പരിഗണിച്ചാൽ പോലും കേരളത്തെ സംബന്ധിച്ച് അത് വലിയ കണക്കാണ്. UDF സർക്കാരിന്റെ ഭരണകാലത്ത് കർഷക വഞ്ചനയുടെ കാലം കൂടിയായാണ് അടയാളപ്പെടുത്തുന്നത്. കാർഷിക മേഖലയ്ക്കായി UDF സർക്കാർ 18,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ചെലവഴിച്ചതാകട്ടെ കേവലം 187 കോടി രൂപ മാത്രം. 2012-13 147 കോടി രൂപയും 2014-15 385 കോടിയും 2015-16 സാമ്പത്തിക വർഷത്തിൽ 759 കോടിയും. ഇത്രയും തുക പാഴാക്കി കളയുകയായിരുന്നു. ഹൈടെക് കൃഷിക്ക് അവസാന വർഷം 200 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും 10 പൈസ പോലും കർഷകർക്ക് നൽകിയില്ല. 2012-13 കുട്ടനാട്ടും പാലക്കാടും 10 കോടി രൂപയുടെ റൈസ് പാർക്ക് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അതും ജലരേഖയായി. നെല്ല് സംഭരണത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിക്ക് 200 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും നൽകിയതാകട്ടെ 20 കോടി രൂപ മാത്രം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം 2026 വരെ ഒരു കർഷകൻ പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. കർഷകൻ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല എന്നല്ല, കാർഷിക പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കർഷകൻ പോലും ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. ഇത്രയും പറഞ്ഞത് UDF സർക്കാരിൻ്റെ ഭരണകാലത്തെക്കുറിച്ചാണ്. ഇനി LDF സർക്കാരിൻ്റെ കാലമോ? എണ്ണി പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. 10 വർഷം കൊണ്ട് കാർഷിക മേഖലയെ അടിമുടി മാറ്റിയ കാര്യങ്ങൾ. ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. 2020 26 LDFിൻ്റെ രണ്ടാം ഘട്ടം ഭരണം പൂർത്തീകരിക്കുമ്പോൾ കേരളം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അത് അഭൂതപൂർവമായിട്ടുള്ള വികസന നേട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ 10 കൊല്ലത്തിനുള്ളിൽ നാം നേടിയെടുത്തു കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടും ധനമാനേജ്മെൻറ്റും കേരളത്തിൻ്റെ സമഗ്രമായ നിലയിൽ പ്രത്യേകിച്ച് വൻകിട വികസനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വികസനമാണ് കേരളത്തിൻ്റെ വികസനം എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്തും നേടിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള മുന്നേറ്റം നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ രംഗത്തും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഈ നേട്ടത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ 2016 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെപ്പറ്റി കൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടി ഓർക്കുമ്പോഴാണ് ഈ 2016 ശേഷം 2026 വരെയുള്ള 10 കൊല്ലത്തിനുള്ളിൽ നടന്നിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് ഒരു താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടായിരത്തി 23-24 സാമ്പത്തിക വർഷത്തിൽ അഖിലേന്ത്യാ കാർഷിക വളർച്ച 2.1% കേരളം 4.65% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും ഉയർന്ന നേട്ടം. ഈ വളർച്ച കർഷകരുടെ വരുമാനത്തിൽ പ്രതിഫലിച്ചു. ഉൽപാദനക്ഷമത വർദ്ധിച്ചതോടെ വരുമാനത്തിന്റെ 22.97% വിഹിതം കൃഷിയിൽ നിന്ന് ലഭിച്ചു. 2019 ശരാശരി കാർഷിക മാസവരുമാനം 17,915 രൂപയിൽ നിന്ന് 2024 28,984 രൂപയായി. 61.79% വർധന കൈവരിച്ചു. ഇത് 2026 33,411 രൂപയാകുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റവും വളർച്ചയും ദൃശ്യമാക്കാൻ കഴിഞ്ഞ കാലഘട്ടമാണ് പിന്നിട്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 2 സർക്കാരുകൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതായിരുന്നില്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ കാർഷിക മേഖലയിൽ വളർച്ച താഴോട്ട് പോകുന്നു എന്ന് കാണിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ വളർച്ച സംജാതമാക്കാൻ ഈ നടപടികളിലൂടെ കേരളത്തിന് ആയിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2.1 കാർഷിക മേഖലയുടെ വളർച്ച എന്ന് പഠനങ്ങൾ തന്നെ വെളിവാക്കുന്നു. അതേ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ 4.65% വളർച്ച കഴിഞ്ഞ വർഷം ഉണ്ടായി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ഈ കണക്കുകൾ കാണിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലുകളാണ് ഈ വളർച്ചയുടെ അടിസ്ഥാന കാരണം എന്ന് തന്നെയാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ, മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ദൃശ്യമാക്കാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. 2365 കോടിയുടെ ബൃഹത് പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കാനായി എന്നുള്ളത് ഈ കൂട്ടത്തിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ജനകീയ പങ്കാളിത്തത്തിന്റെ പുതുവസന്തം തീർത്തു. 23,568 കൃഷിക്കൂട്ടങ്ങൾ ഉൽപാദനം, സേവനം, വിപണനം, മൂല്യവർദ്ധന മേഖലകളിൽ രൂപീകരിക്കപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ കൃഷിക്കൂട്ട ഫെഡറേഷനുകൾ രൂപം കൊണ്ടു. വാർഡ് തലത്തിൽ മൈക്രോ പ്ലാനുകളിലൂടെ ഉൽപാദന വിപണന പദ്ധതികൾ ആവിഷ്കരിച്ചു. പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിൽ നടപ്പാക്കി. യുവതലമുറ, സ്ത്രീകൾ, പ്രവാസികൾ എന്നിവരെ കൃഷിയിലേക്ക് ആകർഷിച്ചു. സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളെ കാർഷിക മേഖലയുമായി ബന്ധിപ്പിച്ചു. കൃഷിയെ ഒരു ജനകീയ പദ്ധതിയാക്കി മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 10,000 കൃഷിക്കൂട്ടങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ 23,569 കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കർഷകരുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. ആ കൃഷിക്കൂട്ടങ്ങളെ ഉൽപ്പാദന മേഖല, വിപണന മേഖല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, സേവന മേഖല എന്നിങ്ങനെ പലതായി തരംതിരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചുമതലപ്പെടുത്തിയപ്പോഴാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. പച്ചക്കറി ഉൽപ്പാദനത്തിലൊക്കെ വലിയ വർധനവിലേക്ക് കേരളം എത്തിയത്, സർവ്വകാല റെക്കോർഡിലേക്ക് കേരളം എത്തിയത് ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ, കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീകൾ എന്നിവയെല്ലാം വലിയ പിന്തുണയും പിൻബലവും നൽകി. സ്ഥാപനങ്ങളും സംഘടനകളും പിന്തുണ നൽകിയപ്പോഴാണ് ഈ തരത്തിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ ദൃശ്യമാക്കാൻ കഴിഞ്ഞത്. നെല്ലും നാളികേരവും കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7,273.95 കോടി രൂപയുടെ നെല്ല് സംഭരിക്കുവാനും 269 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകുവാനും 257.4 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുവാനും സാധിച്ചു. ഇത് നെൽകർഷകർക്ക് വലിയ ആശ്വാസമാണ്. 2020-21 3,091 കിലോഗ്രാം ആയിരുന്നു നെല്ലിന്റെ ഉൽപാദനക്ഷമത. 2022-23 3,108 കിലോഗ്രാമായി ഉയർന്നു. സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേട്ടം. കാലാവസ്ഥാ വ്യതിയാനം, വളർച്ച, വെള്ളപ്പൊക്കം എന്നിവയെ ചെറുക്കാൻ ഗുണമേന്മയുള്ള വിത്തുകൾ, ഇൻഷുറൻസ് പരിരക്ഷ, തരിശുരഹിത കൃഷി,
റോയൽറ്റി, ഉൽപാദന ബോണസ്, ഡ്രോൺ സാങ്കേതികവിദ്യ, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന്റെ കർശന നടപ്പാക്കൽ എന്നിവ പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. റോഡിൽ നെല്ല് കൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. അതൊന്നുമില്ലാത്ത തരത്തിലേക്ക് നമുക്കിന്ന് കേരളത്തിലെ നെൽകൃഷിയുടെ കാര്യത്തിലും മറ്റ് കൃഷികളുടെ കാര്യത്തിലും ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ പ്രത്യേകമായൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. മന്ത്രിസഭാ ഉപസമിതി നിരവധി തവണ കൂടി റിപ്പോർട്ട് പരിശോധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിരവധി യോഗങ്ങൾ ചേർന്നു. നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കി. അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടപെടലോടുകൂടി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയും വേർതിരിച്ചെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ അത് അംഗീകാരം നൽകി. ഇനി ഒരു പൈലറ്റായിട്ട് പാലക്കാട്ടെ നെല്ല് സംഭരണം സഹകരണ വകുപ്പിൻ്റെ മുൻകൈയിൽ നടക്കുകയാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കർഷകൻ്റെ നെല്ല് സംഭരിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പണം നൽകണം എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതുകൊണ്ടാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അവിടെയും ഉയർന്നു വരാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ടീമിനെ നിയോഗിക്കുന്നതായിരിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ ഇക്കാര്യം കോർഡിനേറ്റ് ചെയ്യണമെന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം കർഷകരുടെ പക്ഷത്താണെന്ന് കേവലമായ വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ നിലപാടാണ്, ഒരു ഭരണകൂടത്തിൻ്റെ നടപടിയാണ്. നാളികേര കൃഷിയിൽ 2020-21 6228 നാളികേരം ഉൽപാദനക്ഷമത ഉണ്ടായിരുന്നിടത്ത് 2023-24 7211 വർദ്ധിച്ചു. 597 കേര ഗ്രാമങ്ങളിലൂടെ നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ വർധനവ് കൊണ്ടുവരുവാൻ സാധ്യമായി. ഈ സർക്കാർ 153 കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. 232 കേര ഗ്രാമങ്ങളിലൂടെ 54% ഉൽപാദന വർധനവാണ് കൈവരിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ തനത് ഉൽപ്പന്നം എന്ന് പറയുന്ന തെങ്ങ്, നാളികേരം കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ ആയി. കേരഗ്രാമം പദ്ധതിയിലൂടെ കേരളത്തിലെ നിരവധിയായ 100 കണക്കിന് പഞ്ചായത്തുകളിൽ നമുക്ക് നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താനായി. കേരളത്തിൻ്റെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ടാക്കാൻ കേരഗ്രാമത്തിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇന്ന് കേരഗ്രാമം, തേൻഗ്രാമം, കൂൺഗ്രാമം എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെല്ലാം വലിയ മെച്ചവും വലിയ നേട്ടവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. വയനാട്ടിൽ 13.18 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച സെന്റർ ഓഫ് എക്സലൻസ് പച്ചക്കറി പുഷ്പവിളകളുടെ ഹൈടെക് കൃഷിക്ക് മാതൃകയാണ്. 80 സ്മാർട്ട് കൃഷിഭവനുകൾ പൂർത്തിയാക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രയോജനപ്രദമായ സ്മാർട്ട് കൃഷി തെങ്ങ്, കുരുമുളക്, ഏലം, റബ്ബർ, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായതിനാൽ നവീന കാർഷിക സാങ്കേതിക വിദ്യകൾ ആധാരമാക്കിയ സ്മാർട്ട് കൃഷി സേവനങ്ങൾ കർഷകർക്ക് നൽകി തുടങ്ങി. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ട് എപ്പോഴും കാണുന്ന ഒരു സുപ്രധാനമായ ഘടകം, നമ്മൾ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടത്ര തരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ മാത്രമേ കർഷകൻ്റെ വരുമാനത്തിൽ വർധനവുണ്ടാക്കാൻ കഴിയുള്ളൂ. ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിപണനം നടത്തുന്നു എന്നതുകൊണ്ട് മാത്രം കഥയാവുന്നില്ല. വിളവിറക്കുന്നു, പരിചരിക്കുന്നു, ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു, വിൽപ്പന നടത്തുന്നു. ഇതൊക്കെ പ്രാഥമിക കാർഷിക മേഖലയ്ക്കകത്ത് മാത്രം വരുന്ന കാര്യങ്ങളാണ്. സെക്കൻഡറി അഗ്രികൾച്ചറിനെ, ദ്വിതീയ കാർഷിക മേഖലയെ ഇതേപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി കണക്കിലെടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെല്ലാം മുൻകൈ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ കേരളത്തിൽ രൂപപ്പെടുത്തിയത്. ഇന്ത്യക്ക് ആകെ മാതൃകയാകുന്ന തരത്തിൽ കേരള അഗ്രോ ബിസിനസ് കമ്പനി കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. 70 കോടിക്ക് മുകളിൽ മുതൽ മുടക്കോടിയാണ് തിരുവനന്തപുരത്തെ ആനയറയിൽ കാപ്കോയുടെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്റർ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുന്നത്. ഇത് സംസ്ഥാനത്ത് ആദ്യമാണ്, രാജ്യത്ത് തന്നെ ആദ്യമാണ്. സിയാൽ മോഡലിൽ ഒരു അഗ്രോ ബിസിനസ് കമ്പനി എത്രയോ കാലങ്ങൾ കൊണ്ട് ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു.
കാപ്കോയുടെ മുൻകൈയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സെൻറ്റർ യാഥാർത്ഥ്യമാവുന്നു. 365 ദിവസവും കാർഷിക ഉൽപ്പന്നങ്ങളും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനും കഴിയുന്ന തരത്തിൽ ബിസിനസ് ടു ബിസിനസ് മീറ്റുകളിലൂടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും വിപണി കണ്ടെത്താൻ കർഷകരെ സഹായിക്കുന്ന അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ആനയറയിൽ ഒരുങ്ങുന്നു. ഒരു വലിയ ഫുഡ് മാൾ ഒരുങ്ങുന്നു. അതെല്ലാം ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യം തന്നെയാണ്. കാർഷിക മേഖല പുതിയ രീതിയിലേക്ക് മാറി. പരമ്പരാഗത രീതികളിൽ നിന്ന് വലിയ മാറ്റം. ആധുനിക ടെക്നോളജി കാർഷിക മേഖലയിൽ നടപ്പാക്കി തുടങ്ങി. പുതിയ കാലം, പുതിയ രീതി. നവകേരളത്തിലേക്ക് ഒരു ചുവടുകൂടി.